ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 10 ആണ്ടുവട്ടം 10 വാരം ചൊവ്വാഴ്ച തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിന് ശേഷം, ഗിരിപ്രഭാഷണത്തിന് ശേഷം വരുന്ന വചനഭാഗമാണിത്. കർത്താവിൻ്റെ മലയിലെ പ്രസംഗം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നാം ആയിത്തീരേണ്ട സത്യങ്ങളാണ് ഈ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. നീ ഭൂമിയുടെ ഉപ്പാണ്. നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള കാരുണ്യ ജീവിതത്തിലൂടെ നാം ഉപ്പ് പോലെയാകണം. ഉപ്പ് ഭക്ഷണത്തെ കേടാകാതെ സംരക്ഷിക്കുന്നു. നമ്മുടെ ജീവിതം കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ മറ്റുള്ളവർക്കും അപ്രകാരം അങ്ങനെ തന്നെ ആയിരിക്കണം. ഉപ്പ് ഭക്ഷണത്തിൻ്റെ രുചി പുറത്തു കൊണ്ടുവരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരാൻ നാം അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഉപ്പ് അപ്രത്യക്ഷമാകുന്നു. വിനയത്തോടെ വ്യത്യാസം വരുത്തിക്കൊണ്ട് നാമും അങ്ങനെ തന്നെ ചെയ്യണം. ഉപ്പിന് അതിൻ്റെ രുചി നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനം? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രാധാന്യം ഉണ്ടാവുകയില്ല. ഉപ്പ് സ്വയം ഉപയോഗപ്രദമായ ഒരു ഘടകമല്ല. അതിൻ്റെ മൂല്യം മറ്റു കാര്യങ്ങളിൽ പ്രയോഗിക്കുന്നതിലൂടെയാണ് വരുന്നത്. അതുപോലെ യേശുവിൻ്റെ അനുയായികളും മറ്റുള്ളവർക്കായി നിലനിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഭൂമിയുടെ പ്രകാശമാണ്. നമ്മിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചം ക്രിസ്തുവാണ്. അപ്രകാരം നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ ഈ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അപ്രകാരം മറ്റുള്ളവർക്ക് നന്മ, യഥാർത്ഥമായ സത്യം തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ ഉള്ള പ്രകാശം സഹായകമാകണം. അതിനായി പ്രാർത്ഥന നമ്മെ വെളിച്ചത്തിലേക്ക് തുറന്നു കാട്ടുന്നു. പ്രാർത്ഥന നമ്മുടെ മനസ്സിനെയും ഹൃദയത്തിനെയും കൂടുതൽ പ്രകാശിതമാക്കുന്നു. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടില്ല. നമ്മൾ വെളിച്ചമാണ്, എന്നിരുന്നാലും എല്ലാം വെളിച്ചമല്ല. ദൈവത്തിൻ്റെ സ്പർശനം നമ്മുടെ ആന്തരികവും മറഞ്ഞിരിക്കുന്നതുമായ വ്യക്തിത്വത്തിലേക്ക് കൂടുതൽ വെളിച്ചം കൊണ്ടുവരുന്നു. ഈ പ്രകാശം മറ്റുള്ളവരെ അവർ ആഗ്രഹിക്കുന്നതെന്തും കാണാൻ അനുവദിക്കുക മാത്രമല്ല, മറിച്ച് യേശുവിൻ്റെ അനുയായികൾ ചെയ്യുന്ന നീതിയുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണാനുള്ളതാണ്. അതിനുമപ്പുറം ഈ പ്രവൃത്തികളുടെ കാരണക്കാരനായ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തെ തിരിച്ചറിയാൻ അനുവദിക്കുന്നതുമായിരിക്കണം. ഇങ്ങനെ നിറവിൻ്റെ, സത്യത്തിൻ്റെ സാക്ഷികളായി തീരുവാനുള്ള ദൈവരാജ്യ അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് സുവിശേഷത്തിലൂടെ നാം ശ്രവിക്കുന്നത്. തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് നല്ലതിനെ കാത്തുപാലിക്കുന്ന ഉപ്പ് പോലെയും, യാത്രികർക്കും വഴിതെറ്റിയവർക്കും അടയാളവും വ്യക്തതയും നൽകുന്ന മലമുകളിലെ പട്ടണം പോലെയും, നന്മതിന്മകളെ ഏവർക്കും വ്യക്തമാക്കി കൊടുക്കുന്ന പ്രകാശം പോലെയും ആയിത്തീരേണ്ടവരാണ് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നവർ. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന്, എല്ലാ നന്മയും ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കാൽവയ്പുകൾ മാത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.